ചിലപ്പോ പണം പിടുങ്ങാനോ അല്ലെങ്കിൽ അതിനകത്ത് ഫേമസ് ആവാനോ വേണ്ടിയിട്ട് വന്നിട്ട് ചെയ്യുന്ന ചില കുബുദ്ധികളുടെ കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കണ്ടാൽ തന്നെ തോന്നുന്നുണ്ട്. എനിക്ക് അയാൾ മാർച്ചിൽ തൊട്ടിട്ട് ഇതിന്റെ പുറകെ നടക്കുന്നതായിരിക്കും. അതാണ് പറയുന്നത്. അപ്പൊ ഇത് ഡെഫിനറ്റ് ആയിട്ട് അതിന്റെ ഒരു പണം പിടുങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫേമസ് ആവാൻ വേണ്ടിയോ ചെയ്തിരിക്കുന്നതാണ്. കാരണം ഇതൊരു വലിയ ഈ വിഷയം നമ്മൾ വന്നിട്ട് എതിർക്കേണ്ടതാണ്. കാരണം ഏത് ആക്ടറെയും ആർക്ക് വേണമെങ്കിലും വന്നിട്ട് കേസ് കൊടുക്കാമെന്നുള്ള ഒരു വഴി ഉണ്ടാവരുത്. എന്റെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഫിലിം പോളിസിയൊക്കെ കോൺക്ലേവ് നടന്നിരിക്കുകയാണല്ലോ. ഇത്തരത്തിൽ വന്നിട്ടുള്ള ആൾക്കാരെ വന്നിട്ട് കള്ളക്കേസിൽ കൊടുക്കാൻ പോകുന്നവരെ വന്നിട്ട് നമ്മൾ വന്നിട്ട് തീർച്ചയായിട്ടും അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കേണ്ടതാണെന്നുള്ളതാണ് എന്റെ പക്ഷം. സാധാരണ ഒരു ഘട്ടത്തിലാണെങ്കിൽ സാധാരണ നിലയിലാണെങ്കിൽ ഇങ്ങനെ ഈ പേരെടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നൊക്കെ വിചാരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അവർ അമ്മയുടെ ഒരു ബോഡിയിലേക്ക് തെരഞ്ഞെടുപ്പിൽ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. നിങ്ങൾ ഇതിനെ വന്നിട്ട് ഇലക്ഷനായിട്ട് കൂട്ടിക്കിടക്കല്ലേ? ആരെങ്കിലും ചെയ്യോ? എന്തേ പറഞ്ഞേ? അങ്ങനെ പറയല്ലേ. ഇത് മാർച്ച് തൊട്ട് തുടങ്ങാൻ നേരത്തെ അവൻ കബഡി നിർത്തി അറിയണോ ഇവിടെ ഇലക്ഷൻ നടക്കാൻ പോവാന്ന്? പുള്ളി കോർട്ടിൽ നിന്ന് ഒരു ഓർഡർ മേടിച്ചോണ്ട് വന്നല്ലേ. നമ്മൾ ഏത് പോലീസുകാരനും മനസ്സിലാവൂലേ ഇതിന്റെ ഒരു പ്രോസസ്സിൽ എങ്ങനെ പോയാലും വന്നിട്ട് ഒരു 2 ആഴ്ച എടുക്കൂലേ? ഈ പ്രോസസ്സ് നടക്കണമെങ്കിൽ 2 ആഴ്ച എടുക്കുമോ? ഡെഫിനറ്റ് ആയിട്ട് എടുക്കില്ല. ഏത് പോലീസുകാരും മനസ്സിലാവൂലേ ഈ 24-ാം തീയതി തൊട്ടിട്ടല്ലേ അത് ആരാ ഇലക്ഷൻ നിൽക്കാൻ പോലെന്നുള്ള തീരുമാനം തന്നെയായത്. അപ്പൊ ഈ 2 ആഴ്ചക്ക് കൂടുതലായില്ലേ ഇത്? അപ്പൊ അയാൾ മാർച്ച് കൊടുത്ത ഒരു കേസിനെ നിങ്ങൾ ഇതുമായിട്ടില്ല. ഇത് വലിയൊരു പ്രവണത പുറത്തുണ്ട്. ഏത് സമയത്ത് വന്നിട്ട് പലർക്കും വന്നിട്ട് ആർക്ക് വേണമെങ്കിലും ഒരു അഭിനേതാവിനെ നടന്മാരെ വന്നിട്ട് കരിവാരി തിരിച്ചുകൊണ്ട് അവർ ഫേമസ് ആവാന്നുള്ള ഒരു ആഗ്രഹം വരും. അതിനെതിരെ നമ്മൾ പ്രതികരിച്ചേ പറ്റുള്ളൂ. അതിനെ നിങ്ങൾ വന്നിട്ട് വഴിതിരിച്ചു വിടരുത് ദയവ് ചെയ്ത്. ഇതുമായിട്ട് എന്ത് ബന്ധമിരിക്കുന്നു? എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? ആര് ചെയ്യും? അത് തെറ്റായിട്ടുള്ള ഒരു പ്രവണത. ആ തരത്തിൽ ശരിയല്ല. അത് ശരിയല്ല. രവീന്ദ്രൻ, ഇതൊരു കീഴ്ക്കോടതിയുടെ വിധിയാണ്. ഇത് നിയമപരമായി തന്നെ നേരിട്ടുകൂടെ? അല്ല, ഷുവറായിട്ടും അങ്ങനെ തന്നെ നേരിടും. ഇത് ഈ കോടതിയുടെ മുമ്പിൽ വരുന്ന കാര്യത്തിനല്ലേ കോടതി ചെയ്യുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ തെളിയിക്കാൻ നേരത്തെ അതിന് നിയമപരമായിട്ട് വേറൊരു വശം കൂടി ഉണ്ടല്ലോ. ഇത്തരം വന്നിട്ടുള്ള ആൾക്കാരെ കുബുദ്ധികളെ വന്നിട്ട് നമ്മൾ നിയമപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാണ്ട് ഗവൺമെന്റിന് ഒരു ആക്ഷൻ എടുക്കാമല്ലോ. ഇപ്പൊ അതിനാണ് കോൺക്ലേവ് വന്നത് ഫിലിം പോളിസി ഉണ്ടാക്കാൻ. അത്തരം ഫിലിം പോളിസിയിൽ ഇതേപോലെ അഭിനേതാക്കളെ വന്നിട്ട് അഭിനയിക്കുക എന്നുള്ളത് അതൊരു കലയാണ്. അത് ഞങ്ങളുടെ ഒരു വന്നിട്ടുള്ള തൊഴിലുമാണ്. അപ്പൊ ആ തൊഴിൽ ഞങ്ങൾ നിയമപരമായിട്ട് ചെയ്യാത്തടുത്ത് അതിനകത്ത് ചില കുബുദ്ധിപരമായിട്ട് വക്രീകരിച്ചിട്ട് അതിനെ വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാലോ ആർക്കും കൂടി ഇങ്ങനെ വരില്ലേ? ഇത് ഇവിടെ കൊണ്ട് നിൽക്കുന്നു തോന്നുന്നുണ്ടോ? ഇവരിപ്പോ ഹാപ്പൻ ടു ബി ആക്ച്വലി ഇപ്പൊ ഇതിൽ നിൽക്കണം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ. ഇല്ലാത്തവർക്കാണെങ്കിലോ അത് അങ്ങനെ നിങ്ങൾ ഇതിന് വഴിതിരിച്ചു വിടാൻ നോക്കല്ലേ. ഇത് അവന് എന്തുകൊണ്ട് ചെയ്ത് ഇനി ഈ പ്രവണത ഉണ്ടാവില്ല. ഇത് ഇന്നും തുടങ്ങി ഒരുപാട് പേർക്കുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് ഇതേപോലെ വന്ന് കരിവാരിക്ക് തേക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അഭിനേതാക്കൾക്ക് വേണ്ടിയാ ഞാൻ സംസാരിക്കുന്നത്. അതിൽ വന്നിരിക്കുന്ന എന്റെ ഒരു സഹോദരിക്ക് എന്റെ ഒരു സഹപ്രവർത്തകർക്ക് സിനിമാക്കാർക്കെതിരെ മാത്രമല്ല സിനിമാക്കാർക്കെതിരെ മാത്രമല്ല ഈ പരാതിക്കാരൻ വ്യക്തിപരമായി എനിക്കെതിരെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് കേസെടുക്കാൻ അത് മുഖ്യമന്ത്രിക്കും അയച്ചിട്ടുണ്ട് അയാൾ. അതാണ്. അപ്പൊ നമ്മൾ ഇതുമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? തീർച്ചയായിട്ടും വന്നിട്ട് ഇവൻ ഇതിന്റെ ഈ തരത്തിലുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇവന് അമ്മയായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. എലക്ഷൻ ഞങ്ങളുടെ ഉള്ളിലുള്ള ആൾക്കാരുടെ വിവേചന ബുദ്ധിക്ക് വിട്ടുകൊടുക്കുക പ്ലീസ്. അത് ഞങ്ങളുടെ ഉള്ളിലുള്ള ആൾക്കാർക്ക് വിട്ടുകൊടുക്കുക. അവർക്ക് അതിനെ വന്നിട്ട് തെരഞ്ഞെടുക്കാൻ അവരെ ആര് സേവിക്കണം എന്നുള്ളതിനകത്ത് അവർക്ക് വിട്ടുകൊടുക്കുക.